എല്ലാവർക്കും രാവിലെ നമസ്കാരം. പിന്നെ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാമെങ്കിൽ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ കപ്പ വേവിച്ചിട്ട് നമുക്ക് അതുകൊണ്ടൊരു ഉടച്ചൊരു ടിക്കി ഉണ്ടാക്കാം. ഞാനപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളെ ഒന്ന് കാണിക്കും. ഓക്കെ, അപ്പം ഞാൻ റസ്ക് ഇല്ലേ 4 റസ്ക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതേണ്ട കപ്പ വേവിച്ച് ഒരു നുള്ളുപ്പും ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 മുട്ട ഞാൻ ഇതേണ്ട ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തോന്നാ അതൊരു ബിസ്ക് കൊണ്ട് അല്ലെ ഒരു സ്പൂണ് കൊണ്ടായാലും ഇതിങ്ങനെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വറക്കാനുള്ള എണ്ണയും ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത്രയും മതി ഇതിന് ആവശ്യത്തിന്. അപ്പം നിങ്ങളെ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പം ഞാൻ ആ കപ്പയെല്ലാം ഒരു കാര്യം ചെയ്ത് ഇച്ചിരി എണ്ണ കയ്യെ തൂത്ത് ഞാനിതെല്ലാം ഒന്ന് കുഴച്ച് ഇങ്ങനെ കുഴച്ച് വെച്ചു. ഇനി നമുക്കിത് ഓരോന്നാക്കി ഒന്ന് ടിക്കി ആക്കിയെടുക്കാം. അപ്പം നമ്മൾ അതെല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. കയ്യുടെ ഈ വെള്ള വെച്ചൊന്ന് ഇച്ചിരി എണ്ണമയം തൂത്താൽ മതി, അന്നേരം നന്നായിട്ടിരിക്കും. ഞാനത് എല്ലാം കുറച്ചേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ചുട്ടൊന്ന് കാട്ടി. അപ്പം ഞാനതെല്ലാം 4 എണ്ണം ഒന്ന് എടുത്ത് വെച്ച് ഇനി നമുക്കിതൊന്ന് കാണിക്കാം. വറുത്ത് കോരാൻ എണ്ണ ഒഴിച്ച് ഒരു ചീനിച്ചട്ടി വെച്ച് അടുപ്പ വെച്ച് ചൂടായി അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരാം. അപ്പം ആദ്യം നമുക്ക് ഓരോന്നിങ്ങനെ എടുത്തിട്ട് നമുക്ക് ആദ്യം ഈ മുട്ടയ്ക്കകത്തൊന്ന് ഇതെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബാറ്ററിനകത്ത് ഇതിനകത്ത് ഒന്ന് ഈ റസ്കിൻ്റെ പൊടിക്കകത്തൊന്നിട്ട് നമുക്കൊന്ന് നല്ലോണം എടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇടാം. അപ്പം നമുക്ക് എല്ലാം അങ്ങനെ തന്നെ ഒന്ന് ചെയ്യാം. അപ്പം നമ്മുടെ ലാസ്റ്റ് ഉള്ളതും നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടു. എന്നിട്ട് തീ ഇച്ചിരി കുറച്ച് വെച്ചേക്കും നമ്മൾ. അപ്പം നമ്മുടെ ടിക്കി നമ്മളെ ഒരു വശം ഒന്ന് ആയി, ഇനി മറ്റേ വശം ഒന്ന് തിരിച്ചിടും. നമ്മൾ ഒരു വശം തിരിച്ചിട്ടു, ഇനി ആ വശം ഒന്ന് മൂക്കട്ടെ. അപ്പം നമ്മുടെ ടിക്കി എല്ലാം കിടന്ന് നല്ലോണം മൂക്കുന്നുണ്ട്, നമ്മുടെ കപ്പയുടെ ടിക്കി. അപ്പം അത് ഒന്നുകൂടെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഇനി എടുക്കാം. അപ്പം നമ്മുടെ ടിക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു പാത്രത്തിനകത്തോട്ട് കോരും. അപ്പം നമ്മൾ ഗ്യാസും അങ്ങ് നിർത്തി. അപ്പം നമ്മുടെ കപ്പയുടെ ടിക്കി എല്ലാം റെഡിയായി. അപ്പം നമ്മൾ അതിനകത്തോട്ടൊരു ശകലം ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു. നമുക്ക് നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ചൂടാ, അതുകൊണ്ട് ഇതേണ്ടേ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കപ്പയുടെ ടിക്കി ഉണ്ടാക്കണമെങ്കിൽ വെറും സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ.